അയോൾ ബേസിക് സിവിലിൽ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കിയാൽ കാണാൻ കഴിയുന്നൊരു ക്വസ്റ്റ്യനാണ് റിക്വിസിറ്റ് ഓഫ് എ ഗുഡ് സൈറ്റ് പ്ലാൻ ഫോർ ബിൽഡിംഗ്. ഒരു സൈറ്റ് പ്ലാനിൽ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ ഒരു സൈറ്റ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ സിലബസിൻ്റെ ആ ഒരു മോഡലിംഗ് സ്കീമിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. സോ ആ ഒരു സെഷനാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഇനീഷ്യലി നമ്മൾ പറയുന്നത് എന്താണ് ഒരു സൈറ്റ് പ്ലാൻ എന്നുള്ളതാണ്. സോ സൈറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഒരു എൻജിനീയർ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രൊഫഷണൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു 2 ഡയമെൻഷണൽ ഡ്രോയിങ് ആണ് ആക്ച്വലി സൈറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ പുതുതായിട്ട് ഒരു ലാൻഡ് ഏരിയയിൽ പ്രപ്പോസ് ചെയ്യുന്ന ഒരു ഡിസൈൻ അല്ലെങ്കിൽ അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, യൂഷ്വലി അതിൽ നമ്മുടെ ബിൽഡിങ്സ്, റോഡ്സ്, സൈഡ് വേ അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയ, ഡ്രെയിനേജ് ഫെസിലിറ്റീസ്, സാനിറ്ററി ലൈൻസ്, വാട്ടർ ലൈൻസ്, ലൈറ്റിംഗ്, ലാൻഡ്സ്കേപ്പിംഗ്, ഗാർഡൻ എലമെൻറ്റ്സ്, അത്തരത്തിൽ ആ ഒരു സ്പേസിൽ നമ്മൾ ചെയ്യുന്നതും അതല്ലെങ്കിൽ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതുമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു സൈറ്റ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ ബേസിക്കലി സൈറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പീസ് ഓഫ് ലാൻഡ് ഏരിയയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഡ്രോയിങ് ആണ് സൈറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ അവിടെ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസിൻ്റെ ഡ്രോയിങ്സ്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് എലമെൻസുമാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു വീട് ഉണ്ടാക്കുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പ്ലോട്ട് എടുത്തിട്ട് അവിടെ വീടുണ്ടാക്കുമ്പോൾ ആ ഒരു പ്ലോട്ടിൻ്റെ മൊത്തത്തിലുള്ള ഔട്ടർ ഡയമെൻഷൻസും അതിനുള്ളിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന വീടിൻ്റെ ഒരു ലേ ഔട്ടും സെറ്റ് ചെയ്യുക. ദെൻ ആ വീടിൻ്റെ കോർണേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്സൈഡിൽ നിന്നും നമ്മുടെ പ്ലോട്ടിൻ്റെ ബൗണ്ടറിയിലേക്കുള്ള ഡിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ലാൻഡ് ഏരിയയിലുള്ള കിണറിൻ്റെ പൊസിഷൻ മാർക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ വീടുണ്ടാക്കുമ്പോൾ ചെയ്യുന്ന സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ടാങ്ക്, അതിൻ്റെ സൈസുകൾ മാർക്ക് ചെയ്യുക. ആ ടാങ്കും നമ്മുടെ കിണറും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പബ്ലിക് റോഡിൻ്റെ മെഷർമെൻറ്റ്, എവിടെയാണ് നമ്മൾ റോഡിൽ നിന്നും നമ്മുടെ ലാൻഡിലേക്ക് വരുന്ന വഴി എന്നുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലോട്ടിൽ വരുന്ന കണ്ടൻറ്റ്, ബിൽഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറോ മറ്റോ ഉണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പ്ലോട്ടിന് നിയറസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ പോസ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിൽ ബെഞ്ച് മാർക്കായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ബിൽഡിങ്സ്, വാട്ട് എവർ ഇറ്റ് ഈസ്, അത്തരം കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നതെല്ലാം നമ്മുടെ ഒരു സൈറ്റ് പ്ലാനിൽ ഉണ്ടായിരിക്കുന്ന ഒരു മെയിൻ കണ്ടൻറ്റാണ്. അതായത് നമുക്കൊരു പുറത്തു നിന്നുള്ളൊരാൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലാൻഡ് ഏരിയ അല്ലെങ്കിൽ ഈ ഒരു സൈറ്റ് ഓർ പ്ലോട്ട് ഇത് എവിടെയാണ് എന്നുള്ളൊരു ഏകദേശ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ആ ഒരു സൈറ്റ് പ്ലാനിൽ നിന്ന് കിട്ടണം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ വീട് പ്ലാൻ ചെയ്യുമ്പോൾ അതിന് തൊട്ട് മുൻപിലൂടെയുള്ള റോഡ് ഏതാണ്, അല്ലെങ്കിൽ അത് മെയിൻ റോഡിൽ നിന്നും സബായിട്ട് വരുന്ന റോഡാണെങ്കിൽ ഏത് മെയിൻ റോഡിൽ നിന്നാണ് വരുന്നത്, ഏകദേശം അപ്രോക്സിമേറ്റ് എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത്, എവിടെയാണ് ഏകദേശം ഈ ഒരു ലാൻഡിൻ്റെ ലൊക്കേഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു സൈറ്റ് പ്ലാനിൽ ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ സൈറ്റ് പ്ലാൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നോർത്ത് ഡയറക്ഷൻ. നമ്മുടെ ഈ ഒരു സൈറ്റ് പ്ലാനിൻ്റെ ടോപ്പ് സൈഡിലേക്കായിട്ടായിരിക്കും നമ്മൾ ഡ്രോയിങ് ഷീറ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, സോ അത്തരത്തിൽ നമ്മുടെ ഒരു സൈറ്റിനെ കുറിച്ച് മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ വേണ്ട എല്ലാ ഡാറ്റാസും ആസ് പെർ ദി ബിൽഡിംഗ് റൂൾസ്, നാഷണൽ ബിൽഡിംഗ് കോഡ് അല്ലെങ്കിൽ KMBR, KPBR എന്ന് പറയുന്ന ബിൽഡിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബേസ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു പ്ലാനാണ് ബേസിക്കലി സൈറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. സോ സൈറ്റ് പ്ലാനിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് സൈറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ സൈറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സൈറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ ഡാറ്റ കളക്ഷൻസ്, അതിനെല്ലാം നമുക്കൊരു സൈറ്റ് അനാലിസിസ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, സോ ഒരു പുതിയൊരു വീടിന് അല്ലെങ്കിൽ ഒരു പുതിയൊരു ബിൽഡിങ്ങിനോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മളൊരു സൈറ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആ ഒരു സൈറ്റിൻ്റെ എക്സാക്റ്റ് ഡയമെൻഷൻസ്, ലൊക്കേഷൻ, അത്തരത്തിലുള്ള എല്ലാ ഡാറ്റാസും നമ്മൾ അനലൈസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ആ ഒരു ബിൽഡിംഗ് പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിങ്ങോ മറ്റെന്തെങ്കിലും എലമെൻസോ ഉണ്ടെങ്കിൽ അതിൻ്റെ
ഡയമെൻഷൻസ്, അതിൻ്റെ പൊസിഷൻസ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അനലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കണം. ദെൻ ബൗണ്ടറി കണ്ടീഷൻസ്. എന്താണ് ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു എക്സിസ്റ്റിംഗ് ലാൻഡിൻ്റെ ബൗണ്ടറി ഏരിയ, അതുപോലെ അതിന് നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഏരിയാസ് എന്തൊക്കെയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ട് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ കേസിലാണെങ്കിൽ നമ്മളൊരു സൈറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ കാർ പാർക്കിംഗ്, എവിടെയാണ് കാർ പാർക്കിംഗ് വരുന്നത്, എത്ര ഏരിയയാണ് കാർ പാർക്കിംഗ് കൊടുക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സൈറ്റ് പ്ലാനിൽ കൊടുക്കണം. സോ അത്തരത്തിൽ ആ ഒരു സൈറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നടത്തുന്ന എല്ലാ തരത്തിലുള്ള അനാലിസിസും ഈ ഒരു സൈറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, സോ എന്താണ് സൈറ്റ് പ്ലാൻ അല്ലെങ്കിൽ എന്താണ് സൈറ്റ് അനാലിസിസ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ബേസിക്കലി ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ ഈ ഒരു സൈറ്റ് പ്ലാനിൻ്റെ റിക്വസിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഹിയർ റിക്വസിറ്റ് ഓഫ് എ ഗുഡ് സൈറ്റ് പ്ലാൻ ഫോർ ബിൽഡിംഗ്. സോ ഒരു സൈറ്റ് പ്ലാനിന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിക്വസിറ്റ്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രോപ്പർട്ടി ലൈൻ. പ്രോപ്പർട്ടി ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാൻഡ് ഏരിയയുടെ ബൗണ്ടറീസും കാര്യങ്ങളും വ്യക്തമാക്കുന്ന ലൈൻസ് നമ്മുടെ സൈറ്റ് പ്ലാനിൽ കമ്പൽസറി ആയിട്ടും ഉണ്ടായിരിക്കണം. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സൈറ്റ് പ്ലാനിൻ്റെ ഡിസൈനിങ്ങിൽ വരുന്ന സ്റ്റേജ് തന്നെയാണ് പ്രോപ്പർട്ടി ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പ്രോപ്പർട്ടി ലൈൻസ് അല്ലെങ്കിൽ പ്രോപ്പർലി നമ്മൾ ആ ഒരു ബൗണ്ടറീസും കാര്യങ്ങളെല്ലാം അവിടെ ഡിസൈൻഡ് ആയിരിക്കണം. ആസ് പെർ ദ ബിൽഡിംഗ് റൂൾസ് ഓഫ് കേരള നമ്മളിതിന് ചില കളർ കോഡ്സ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ കറൻ്റ്ലി. അതായത് സൈറ്റിൻ്റെ ബൗണ്ടറി, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ബൗണ്ടറി, ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കളർ കോഡ്സൊക്കെ കറൻ്റ്ലി ഉപയോഗിക്കുന്നുണ്ട്. സോ ഒരു സൈറ്റ് പ്ലാൻ വരയ്ക്കുമ്പോൾ ആ ഒരു സൈറ്റിൽ വരുന്ന ലാൻഡ് ഏരിയ അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ടിൻ്റെ ബൗണ്ടറീസ് വ്യക്തമായിട്ട് മാർക്ക് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. എവിടെയാണ് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ലാൻഡ് ഏരിയയുടെ ബൗണ്ടറി, അതിന് നിയറസ്റ്റായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മുടെ സൈറ്റിൻ്റെ ബൗണ്ടറീസ് അല്ലെങ്കിൽ ആ ബൗണ്ടറി ലൈൻസ് കറക്റ്റായിട്ട് വിത്ത് ആക്ച്വൽ മെഷർമെൻറ്റ് സെറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. സെക്കൻഡ് വൺ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിൽഡിങ്സ് ആൻഡ് പ്രോപ്പർട്ടി ലൈൻസ്. അതായത് ആസ് പെർ ബിൽഡിംഗ് റൂള് നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ അതിന് ഫ്രണ്ട് സെറ്റ് ബാക്ക്, ബാക്ക് സെറ്റ് ബാക്ക് അല്ലെങ്കിൽ സൈഡ് സെറ്റ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സബ്ജക്റ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ ആ മെഷർമെൻറ്റ്സും കാര്യങ്ങളും അവിടെ വളരെ വ്യക്തമായിട്ട് പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ അതിന് മുൻപിലുള്ള റോഡിൽ നിന്നും മിനിമം 3 മീറ്റർ, പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി റോഡ്സ് ആണെങ്കിൽ മിനിമം 3 മീറ്റർ ഫ്രണ്ടിൽ സെറ്റ് ബാക്ക് വിടണം എന്നുള്ളതാണ് റൂൾ. സോ അതുപോലെ ഓരോ ബിൽഡിങ്ങിനും അതിൻ്റെ കാറ്റഗറിയുടെ ബേസിസിൽ മിനിമം എത്ര ഡിസ്റ്റൻസ് അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും 2 സൈഡിലും വിടണം എന്നുള്ളത് റൂളിൽ പറയുന്നുണ്ട്. സോ അതനുസരിച്ചുള്ള ആ ഒരു ഡിസ്റ്റൻസ് കറക്റ്റ് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിന് സറൗണ്ടിങ് ആയിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിലേക്കുള്ള ഡിസ്റ്റൻസും കാര്യങ്ങളും നമ്മളവിടെ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ദെൻ എക്സിസ്റ്റിംഗ് ആൻഡ് പ്രപ്പോസ്ഡ് കണ്ടീഷൻസ്. അതായത് ഒരു വലിയൊരു മേജർ ലാൻഡ് ഏരിയയിൽ നമ്മൾ വലിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ അതിനുള്ളൊരു സൈറ്റ് പ്ലാനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിംഗ് അല്ലെങ്കിൽ എന്തൊക്കെ ബ്ലോക്സാണ് അവിടെ ഉള്ളത് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ പുതുതായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും അവിടെ നോട്ട് ചെയ്യണം. അത്തരത്തിൽ എക്സിസ്റ്റിങ്ങും അതുപോലെ പ്രപ്പോസറുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി നമ്മുടെ സൈറ്റ് പ്ലാനിൽ ക്ലിയർലി വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, ദെൻ ഡ്രൈവ് വേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രൈവിംഗ് പാത്ത്, ഒരു സൈറ്റ് പ്ലാനിൽ ഡ്രൈവിംഗ് ഏരിയ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർ വിഡ്ത്തും ഡയമെൻഷൻസും കാര്യങ്ങളും എല്ലാം മാർക്ക് ചെയ്തിട്ട് നമ്മളത് നമ്മുടെ സൈറ്റ് പ്ലാനിൽ കാണിക്കണം. നമ്മുടെ ഗവേണിംഗ് അതോറിറ്റി ആരാണോ ഇതിന് അപ്രൂവൽ തരുന്നത്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അങ്ങനെ അല്ലെങ്കിൽ ടൗൺ പ്ലാനിംഗ് ഓഫീസ്, അത്തരത്തിൽ എവിടെ നിന്നാണോ നമുക്ക് ഈ ഒരു പെർമിഷൻ സൈറ്റ് പ്ലാനിന് ലഭിക്കുന്നത് അവർക്ക് അതിൻ്റെ പ്രോപ്പർ റൂൾസ് പ്രകാരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതിലൂടെയുള്ള ഡ്രൈവ് വേയും കാര്യങ്ങളും ആസ് പെർ റൂൾ വിത്ത് പ്രോപ്പർ ഡയമെൻഷനിങ് സൈറ്റ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, ദെൻ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ നമ്മുടെ ഒരു എസ്തെറ്റിക് കാണാനുള്ളൊരു ഭംഗി എന്നുള്ളൊരു ഫാക്ടറുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ എക്കോസിസ്റ്റത്തിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളൊരു വലിയൊരു ഫാക്ടർ അല്ലെങ്കിൽ ഫോക്കസ് കൂടെ ഒരു ലാൻഡ്സ്കേപ്പ് ഡിസൈനിങ്ങിനുണ്ട്. സോ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഏരിയ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ സൈറ്റ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ദെൻ പാർക്കിംഗ് ഫെസിലിറ്റീസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ്, അസംബ്ലി ബിൽഡിംഗ്, അത്തരത്തിൽ
ഡിഫറെൻറ്റ് ബിൽഡിംഗ് കാറ്റഗറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ ഓരോ ബിൽഡിംഗ് കാറ്റഗറിക്കും അനുബന്ധമായിട്ട് എത്ര കാർ പാർക്കിംഗ് വേണം, അല്ലെങ്കിൽ എത്ര ഏരിയയാണ് കാർ പാർക്കിംഗ് വേണ്ടത് എന്നെല്ലാം നമുക്ക് നാഷണൽ ബിൽഡിംഗ് കോഡോ കേരള മുനിസിപ്പാലിറ്റി ഓർ പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. സോ ആ ഒരു ഏരിയ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ നമ്മുടെ സൈറ്റ് പ്ലാനിൽ കാണാൻ സാധിക്കണം. അതായത് കാർ പാർക്കിംഗ് ആണെങ്കിൽ ജസ്റ്റ് എക്സാമ്പിൾ 10 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ 10 കാറിനുള്ള സ്പേസും അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ സൈറ്റ് പ്ലാനിൽ ക്ലിയർ ആയിട്ട് കാണിക്കാൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു അതോറിറ്റിയിൽ നിന്നും നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രൂവൽ അഥവാ പെർമിഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ. ദെൻ സറൗണ്ടിങ് സ്ട്രീറ്റ്സ് ആൻഡ് ഗ്രൗണ്ട് സൈൻ ലൊക്കേഷൻസ്. നമുക്ക് നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഏതാണ്, അവിടെയുള്ള ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷൻ ഐഡിയാസ് അല്ലെങ്കിൽ ലൊക്കേഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ സൈറ്റ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെയിൻ ടൗണിൽ നിന്നും ഒരു 2 കിലോമീറ്ററൊക്കെ ദൂരെയാണ് നമ്മുടെ സൈറ്റ് എന്നുണ്ടെങ്കിൽ ആ ടൗണിൻ്റെ പേര് കാണിക്കുക, ആ ജംഗ്ഷൻ്റെ ലൊക്കേഷൻ കാണിക്കുക. അവിടെ നിന്നും ഒരു 2 കിലോമീറ്റേഴ്സ് അപ്രോക്സിമേറ്റ് 2 കിലോമീറ്റേഴ്സ് ആണെങ്കിൽ അപ്രോക്സിമേറ്റ് 2 കിലോമീറ്റേഴ്സ് എന്ന് കാണിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സൈറ്റ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യുക. ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു അതോറിറ്റിക്ക് ആ ഒരു സൈറ്റിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു മേജർ ടൗണിൽ നിന്നും ജസ്റ്റ് എക്സാമ്പിൾ റൈറ്റ് സൈഡിലേക്കുള്ള റൂട്ടിൽ ഒരു 2 കിലോമീറ്റർ പോയാലാണ് നമ്മുടെ ഈ ഒരു സൈറ്റ് എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സറൗണ്ടിങ് സ്ട്രീറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേഷൻ പറ്റുന്ന ലൊക്കേഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഫയർ ഹൈഡ്രൻസ്. പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആകുമ്പോൾ ആസ് പെർ നാഷണൽ ബിൽഡിംഗ് കോഡ് ഫയർ സേഫ്റ്റിക്ക് വേണ്ട ഒരുപാട് നോംസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ ഫയർ സേഫ്റ്റിയുടെ റൂൾസിൽ പറഞ്ഞിട്ടുള്ള ഫയർ ഹൈഡ്രൻസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻസിൻ്റെ പൊസിഷൻസ് അല്ലെങ്കിൽ അതിന് വേണ്ട ഇൻസ്റ്റാൾമെൻറ്റ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണത് അലൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും ഈ ഒരു സൈറ്റ് പ്ലാനിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കണം. ഓക്കെ. ദെൻ ഈസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാൻഡ് ഏരിയയിൽ നിന്നും വല്ല പൈപ്പ് കണക്ഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും മേജർ കണക്ഷൻസ് നമുക്ക് പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലാൻഡ് ഏരിയയിലൂടെ പാസ് ചെയ്ത് പോകാനോ അത്തരത്തിലൊരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ തൊട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ലാൻഡിൻ്റെ ഓണറുടെ പ്ലോട്ടിൻ്റെ ഒരു കോർണറിലൂടെ പാസ് ചെയ്യണം. അല്ലെങ്കിൽ അവരുടെ ഒരു ലാൻഡ് ഏരിയയുടെ സൈഡിൽ കൂടെ നമുക്ക് ഇത് കടത്തി വിടണമെങ്കിൽ അതിനു വേണ്ടി വരുന്ന ഒരു എഗ്രിമെൻ്റ് അല്ലെങ്കിൽ അതിന് വേണ്ട ആ ഒരു സമ്മതപത്രമാണ് ബേസിക്കലി ഈസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് എക്സാമ്പിളോടെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു നീഡ് എ പൈപ്പ് റൺ ആൻഡ് ഇറ്റ് ക്രോസസ് ദ കോർണർ ഓഫ് അനദർ പ്രോപ്പർട്ടി യു നീഡ് ആൻ ഈസ്മെൻറ്റ് ടു ഹാവ് ലീഗൽ റൈറ്റ് ടു ക്രോസ്. നിയമപരമായിട്ട് നമുക്ക് മറ്റൊരാളുടെ പ്ലോട്ടിൻ്റെ കോർണറിലൂടെ ഒരു പൈപ്പ് അലൈൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ആ ഒരു നിയമസാധുതയ്ക്കാണ് ഈസ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ. സോ അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു സൈറ്റ് പ്ലാനിൻ്റെ റെക്വസിറ്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ജസ്റ്റ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്നുകൂടെ പറയാം. പ്രോപ്പർട്ടി ലൈൻ, ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബിൽഡിങ്സ് ആൻഡ് പ്രോപ്പർട്ടി ലൈൻസ്, എക്സിസ്റ്റിംഗ് ആൻഡ് പ്രപ്പോസ്ഡ് കണ്ടീഷൻസ്, ദെൻ ഡ്രൈവേ, landscaped areas, parking, surrounding streets and ground sign locations, fire hydrants, easements. ഇത്രയും കാര്യങ്ങളാണ് ഒരു സൈറ്റ് പ്ലാനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന റിക്വസിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. സോ എന്താണ് സൈറ്റ് പ്ലാൻ എന്നുള്ളത് നമ്മൾ ഇനീഷ്യലി പറഞ്ഞു. അതിനുശേഷം സൈറ്റ് അനാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞു ആൻഡ് ഡിഫറെൻറ്റ് റിക്വസിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു. ഓക്കെ. സോ സൈറ്റ് പ്ലാൻ കൺക്ലൂഷൻ. സോ സൈറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. ദെൻ നമ്മളൊരു സൈറ്റ് പ്ലാൻ എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവ് ചിന്തിക്കുമ്പോൾ നമ്മളൊരു ഡെവലപ്മെൻറ്റാണ് ബേസിക്കലി അവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഒരു സൈറ്റിലെ ഒരു പ്രപ്പോസ്ഡ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലാൻഡ് ഏരിയയിൽ നമ്മളൊരു പുതിയ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരികയാണ്. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡാറ്റാസ് നമ്മൾ ആസ് പെർ റൂള് നോക്കിയിട്ട് വേണം ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ. സോ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞത്, നമ്മളൊരാൾക്കൊരു കഥ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിലെന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും, അതേ രീതിയിലായിരിക്കും നമ്മുടെ സൈറ്റ് പ്ലാനിൽ വരുന്ന കാര്യങ്ങളും. അതായത് ആ ഒരു സൈറ്റ് പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ അത് നോക്കുന്ന ഒരാൾക്ക് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഐഡിയാസും അവിടെ നിന്ന് കിട്ടണം. എന്തൊക്കെയാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്, എന്തൊക്കെയാണ് പുതുതായിട്ട് ചെയ്യുന്നത്, ഏതൊക്കെ ഏരിയയാണ് നമ്മൾ ഡീമോളിഷ് ചെയ്ത് പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യണത്, നിലനിർത്തുന്നത് എന്തൊക്കെയാണ്, എവിടെയാണ് കാർ പാർക്കിംഗ്, എവിടെയാണ് കിണർ, ഏത് റോഡിലാണ് ഈ ഒരു ലാൻഡ് ഏരിയ വരുന്നത്, ഏത് ടൗണിനടുത്താണ്, ആ ടൗണിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, എങ്ങനെ നമുക്ക് ഈ ഒരു ലാൻഡ് ഏരിയയിലേക്ക് എത്താം. അത്തരത്തിൽ നമ്മുടെ സൈറ്റിനെ കുറിച്ച് ഉള്ള എല്ലാ കാര്യങ്ങളും ഒരു കഥ പോലെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവാണ് സൈറ്റ് പ്ലാൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ്
ഈ ഒരു സെഷനിൽ പറയുകയാണെന്നുള്ളത്, എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ പ്രീ റിക്വസിറ്റ് ഓഫ് എ ഗുഡ് സൈറ്റ് പ്ലാൻ ഫോർ എ ബിൽഡിംഗ് എന്നുള്ളതാണ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് എന്താണ് സൈറ്റ് പ്ലാൻ, എന്താണ് സൈറ്റ് അനാലിസിസ്, അതിനുശേഷം ആ റിക്വസിറ്റ്സ് എഴുതിയിട്ട് ഈ ഒരു കൺക്ലൂഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.